വിശാലിനിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രൊമോ വന്നതില് രോഹിത് എല്ലാം സുസ്മിതയ്ക്ക് എഴുതി കൊടുക്കാണ്. വിഷ്ണു ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിൽക്കുക. എന്നാൽ ഇതേ സമയം രോഹിത് പോലും അറിയാതെ തന്നെ രോഹിത് എഴുതി വെച്ചിരിക്കുന്ന ആ പ്രമാണം ശാലിനി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും വില അതിനായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഡേറ്റും മറ്റു കാര്യങ്ങളെല്ലാം വ്യത്യാസമാണല്ലോ. ഒരു കളക്ടറുടെ അധികാരം വെച്ചിട്ട് ശാലിനിക്ക് അത് പെട്ടെന്ന് മൂവ് ചെയ്യാനും പറ്റും. ശേഷം പിന്നീട് കാണിക്കുന്ന ഒരു പ്രൊമോയില് കുട്ടികളെ ആകെ ബ്ലോക്കായി കിടക്കാണ്. അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വിഷ്ണു അച്ഛൻ വരൂ സത്യേ, അച്ഛൻ വരും ഉറപ്പ്, വന്നിട്ട് ഇവർക്ക് നല്ല അടിയും ഇടിയും കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. വെറുതെ നിൽക്കുന്നൊന്നുമില്ല, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇവര് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ഗുണ്ടകളുടെ കയ്യിൽ അകപ്പെടുന്നുണ്ടെങ്കിലും അവരിവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൽ പഴം ഉണ്ടായിരുന്നു. അതെല്ലാം കയ്യിൽ വെച്ച് ഉടച്ച് ഇയാളുടെ മുഖത്തും കണ്ണിലും എല്ലായിടത്തും തേക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് ആ ഡോറ് തുറന്നതിലൂടെ തന്നെ പപ്പിയും സത്യയും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇനി അവരെ വേറെ ഗുണ്ടകൾ പിടിക്കുമെന്നറിയില്ല. എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത്. വിഷ്ണു ശാലിനിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ അവൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ഞാനും എൻ്റെ ഓട്ടോ ശ്രീയും ചങ്കു പറിച്ച് കൂടെ നിൽക്കുന്ന എൻ്റെ ഓട്ടോ സുഹൃത്തുക്കളുള്ളപ്പോൾ ഞാൻ എന്തിനാടോ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് കമലനും വിഷ്ണുവും കൂടെ ഒരു ഓട്ടോയിലും ബാക്കി എല്ലാ ഓട്ടോക്കാരും വിഷ്ണുവിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന വേറൊരു പ്രമോല് നല്ലൊരു ഭാഗം രാഘവേട്ടനെ കൂട്ടി ശാലിനി ഒരു സ്ഥലത്തേക്ക് വരികയാണ്. കാറിനിങ്ങനെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് രോഹിത് രാഘവേട്ടനോടൊപ്പം ഒരു ആളുടെ മുന്നിൽ ഇരിക്കണേ. രജിസ്റ്റർ ഓഫീസാണെന്ന് തോന്നണോ. രോഹിത് എല്ലാം ശ്യാമയുടെ പേരിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അത് രാഘവേട്ടന്റെ പേരിലേക്ക് മാറ്റുന്ന ഒരു ചടങ്ങാണ്. രാഘവേട്ടന് ഇപ്പോഴും ബോധവും ഓർമ്മയൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇവരിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങോട്ട് സുസ്മിതയും ഉപേന്ദ്രനും അവർക്ക് നൽകിയ ആ പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ വരുന്നത്. എന്തായാലും ശാലിനി അതിന് അവർക്ക് നല്ലൊരു കിടിലൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ സ്വത്തുക്കളെ അധ്വാനിച്ചുണ്ടാക്കിയ അച്ഛന്റെ പേരിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്, രാഘവൻ നായരുടെ പേരിലേക്ക്. നിങ്ങളൊരു ചതി നടത്തി, അതുപോലൊരു ചതിയിലൂടെ ഞങ്ങളത് സ്വന്താക്കിയിരിക്കുക. ഇനി എന്തു പറയണം എന്നറിയാതെ തിരിച്ചടികൾ വാങ്ങിക്കൂട്ടി സുസ്മിതയും ഉഭയചന്ദ്രനും അവിടെ ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്